നിസ്സംശയം തന്നെ പറയാം, ടൂറിസ്റ്റ് ഫാമിലി എന്നുള്ളത് ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണ്. എന്നാൽ ജസ്റ്റ് ഒരു ഫീൽ ഗുഡ് മൂവി മാത്രമാണോ ഇത്? ഈ സിനിമ എന്തെങ്കിലും ഒളിച്ചു കടത്താൻ, എന്തെങ്കിലും പ്രോപ്പഗാൻഡ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ടോ? സോ ലെറ്റ്സ് റിവ്യൂ ടൂറിസ്റ്റ് ഫാമിലി. ആദ്യം തന്നെ പറയാലോ, ഈ സിനിമ ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണ്. അതിൽ എസ്പെഷ്യലി പറയാനാണെങ്കിൽ ഇതിലുള്ള ക്യാരക്ടേഴ്സ്, ഇതിലുള്ള മ്യൂസിക്കിനെ എടുത്തു പറയണം. അതിൽ മ്യൂസിക് ആൻഡ് സോങ്സ്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ട് തന്നെ സംഭവം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആക്ടിങ് വാസ് എക്സ്ട്രീംലി ഗുഡ്. സോ അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് ഈ പടത്തിന് പറയാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പടം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരിക്കും, ആ ഒരു സന്തോഷം ഉണ്ടായിരിക്കും. സോ അത് തന്നെയാണ് ഒരു ഫീൽ ഗുഡ് മൂവിക്ക് വേണ്ടത്. അത് തന്നെയാണ് ഈ മൂവി ഡെലിവർ ചെയ്യുന്നതും. എന്ന് വെച്ചാൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അതായത് ആ ഒരു രീതിയിലാണ് പടം ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും നന്മമരങ്ങളാണ്, പടത്തിലെ എല്ലാവരും നന്മമരങ്ങളാണ്, എക്സെപ്റ്റ് ഒരു ക്യാരക്ടർ ഹാപ്പൻസ് ടു ബി എ ഹിന്ദിക്കാരൻ. ആൻഡ് അതിലേക്ക് വരാം, ആ ഫാക്ടറിലേക്ക് ഞാൻ അവസാനം വരാം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ്സ് പറയാനുള്ള പടമാണ്. ഒരുപാട് എൻജോയ് ചെയ്ത് വാച്ചബിൾ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. എന്നാൽ കുറച്ച് നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഈ പടത്തിൽ കുറച്ച് ഫോഴ്സ്ഡ് സീൻസ് ഉണ്ട്. അങ്ങനത്തെ കേസും പറയാനുണ്ട്. ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു ചർച്ച് സീൻ ഉണ്ട് അവസാനം. അത് അത്യാവശ്യം ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി. കാരണം ആവശ്യമില്ലാത്തൊരു സീനായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പൊക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സീൻ പോലെ ഫോഴ്സ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. അത്രത്തോളം ഇമോഷണൽ ഇമ്പാക്റ്റ് ആ സീൻ എനിക്ക് ഉണ്ടാക്കിയില്ല. ഇനി പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ഇപ്പോൾ അതിലൊരു റൊമാൻറ്റിക് ട്രാക്ക്, അവസാനം ഒരു പ്രൊപ്പോസൽ സീൻ വരുന്നുണ്ട്, അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ചെറിയൊരു ചെക്കനുണ്ട്. ആ ചെക്കൻ്റെ ആക്ടിങ് അല്ലെങ്കിൽ ആ ചെക്കൻ്റെ കോമിക് ടൈമിങ്, ആ ചെക്കൻ്റെ പല സീനുകളും അടിപൊളിയാണ്. അതിലൊരു സീക്വൻസ് ഉണ്ട്, ഒരു സോങ് വരുന്നല്ല, സോങ്ങിൽ എൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി സീക്വൻസ് ഉണ്ട്. ഇറ്റ് വാസ് എക്സ്ട്രീംലി ഫൺ ടു വാച്ച്. അത് ആ രീതിയിലൊക്കെ ഹൈലി പോസിറ്റീവ് തന്നെയാണ് ഈ പടത്തെ പറ്റി പറയാനുള്ളത്. ഒന്നും നെഗറ്റീവ് പറയാനില്ല. പിന്നെ ഈ ഭാഷയുടെ കാര്യത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പടത്തിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവാം. അത് സബ്റ്റിലായിട്ടാണ് ഈ മെസ്സേജസ് കൺവേ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ തമിഴ് എന്നുള്ള ലാംഗ്വേജിനെ എത്രത്തോളം ഊട്ടി ഉറപ്പിച്ച് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പടം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വില്ലനായിട്ട് വരുന്ന ഒരു ഹിന്ദിക്കാരാണ്. ഇപ്പോൾ അവസാനം ഒരു ഹിന്ദിക്കാരെ കൊണ്ട് തമിഴ് പറയിപ്പിക്കുന്ന സീൻ, അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് എന്തോ പോലെ തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ പ്രശ്നം ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സിനിമയിൽ ഇതൊക്കെ ഈ രീതിയിൽ പ്രൊപ്പഗാൻഡ എന്നുള്ള രീതിയിൽ അത് നോക്കുമ്പോഴാണ് ഈ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലാത്ത പക്ഷം ഒരു ഫീൽ ഗുഡ് ഫ്രീ വാച്ചായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ കുറേയൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം ഇല്ലീഗലായിട്ട് കടന്ന ഒരാളാണ്, അപ്പോൾ അവരെ എത്രത്തോളം നമുക്ക് സഹതപിക്കാൻ പറ്റും, ആ രീതിയിലൊക്കെ എനിക്ക് ചിന്തകൾ വന്നു. ആ രീതി അതെൻ്റെ ആസ്വാദനത്തെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എനിവേസ് ഒരു വാച്ചബിൾ ഫീൽ ഗുഡ് എൻ്റർടൈനർ, വേറെ കൂടുതലൊന്നും ചിന്തിക്കാതിരുന്നാൽ.